5 സെക്കൻഡിനുള്ളിൽ പേനയും പേപ്പറും ഉപയോഗിക്കാതെ തന്നെ രണ്ട് സംഖ്യകളെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം? അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത്തെ ക്ലാസ് 5 എന്ന് പറയുന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ആയിട്ട് ചെയ്തിരുന്നു. ഇന്ന് ബാക്കിയുള്ള സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്റെ പേര് പത്മകുമാർ. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് തന്നെ തുടങ്ങാം. 32 ഇൻറ്റു 2. ഓക്കെ, പെട്ടെന്ന് നോക്കുമ്പോൾ 32 ഇൻറ്റു 2. ഇവിടെ ഞാൻ ഈ ചെറിയൊരു സംഖ്യ എടുത്തത് 2 എന്ന് പറയുന്ന നമ്പർ എടുത്തത് ഒരു കോൺസെപ്റ്റ് പറയാനായിട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിൽ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 32നെ 30 എന്നും 2 എന്നും പറഞ്ഞ് പിരിക്കാം. ഇല്ലേ, പുറത്തൊരു ഇൻറ്റു 2 ഉണ്ട്. 32 ഇൻറ്റു 2 നമുക്ക് പെട്ടെന്ന് അറിയാം, 64 ആണെന്ന് അറിയാം. എന്നാലും അത് എങ്ങനെ കിട്ടിയെന്നുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. 32നെ 30 എന്നും 2 എന്നും പിരിക്കാം. സോ 2 കൊണ്ട് 30നെ ഗുണിക്കുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. 2 കൊണ്ട് 2നെ ഗുണിക്കുമ്പോൾ 4 എന്ന് കിട്ടും. 60 4 ചേർന്നാൽ 64. ഇതാണ് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷനിൽ വർക്ക് ആവുന്നത്. ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ ആദ്യം ഈ 2 കൊണ്ട് 3നെ ഗുണിക്കുന്നു. എത്ര കിട്ടി? 6 കിട്ടി. ഒരു 0 കൂടിയിട്ട് മനസ്സിൽ വെച്ചു. സംഭവം ഒന്ന് തന്നെയാണ്, പക്ഷെ ചിന്തിക്കുന്ന രീതിയുടെ വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ച് സ്പീഡിൽ മാറ്റം വരും. 2 × 3 ചെയ്താൽ 6 കിട്ടും. ഒരു 0 കൂടിയിട്ട് മനസ്സിലങ്ങ് വെച്ചു. അടുത്ത് 2 × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. 64 ചേർക്കുമ്പോൾ 64. ഇത് കുറച്ച് വലിയ സംഖ്യ, ഒരുപാട് വലുതല്ല, എന്നാലും കുറച്ച് വലിയ സംഖ്യ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 53 ഇൻറ്റു 7. ഓക്കെ, ആദ്യം 7 ഇൻറ്റു 5 എത്ര കിട്ടും? 35. ഒരു 0 കൂടിയിട്ട് മനസ്സിൽ വെച്ചു. അടുത്തായിട്ട് 7 ഇൻറ്റു 3 21. 350നോടൊപ്പം 21 ചേർക്കുക. ചേർക്കാൻ പ്രയാസമുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം 20 ചേർക്കുക, അതിനുശേഷം ഈ 1നെ ചേർക്കുക. 350നോട് 20 ചേർക്കുമ്പോൾ 370. അതിനോട് 1 ചേർക്കുമ്പോൾ 371. ഓക്കെ, ഇത് നമുക്ക് സ്റ്റെപ്പിന്റെ എണ്ണം കുറച്ചൊന്ന് കുറയ്ക്കാം. 76 ഇൻറ്റു 4. 4 ഇൻറ്റു 7 28. ഒരു 0 കൂടി ഇട്ടു. 280 മനസ്സിൽ വെച്ചു. 6 ഇൻറ്റു 4 24. 280 എന്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ 24ന്റെ കയ്യിലുണ്ട്. അതിലെ 20നെ ആദ്യം ചേർക്കാം. 280നോട് 20 ചേർക്കുമ്പോൾ 300 ആയി. പിന്നെ ഒരു 4 കൂടി ചേർക്കുന്നു. സോ 304 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റെപ്പിന്റെ എന്തെങ്കിലും ആവശ്യം വന്നോ? ഇല്ല. ഒരുപാട് റിമൈൻഡർ അവിടെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ സംഖ്യ നോക്കാം. ഞാനൊരു 3 ചോദ്യങ്ങൾ എഴുതാം. 67 ഇൻറ്റു 4, 38 ഇൻറ്റു 8, 43 ഇൻറ്റു 9. ഞാനിപ്പോൾ റാൻഡമായിട്ട് എടുക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യം 6 ഇൻറ്റു 4. ഈ കോൺസെപ്റ്റ് കുറച്ച് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ഈ ചോദ്യത്തിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 6 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 24. ഒരു 0 കൂടിയിട്ട് മനസ്സിൽ വെച്ചു. അടുത്ത് 4 ഇൻറ്റു 7 ചെയ്യുമ്പോൾ 28. സോ ആഡ് ചെയ്യുക. 8 6 2 268. ഓക്കെ, ഇനി പെട്ടെന്ന് മനസ്സിൽ പറഞ്ഞാൽ 6 4 24 240. അടുത്തതായിട്ട് 7 4 28 240. 28ലെ 20 കൂടെ ചേർക്കാം. 260. സോ 8 കൂടി ചേർക്കാം. 268. അടുത്തത് നോക്കാം. 3 ഇൻറ്റു 8 24. ഒരു 0 കൂടി ഇട്ടു. 240. അടുത്ത 8 ഇൻറ്റു 8 64. 240ഉം 64. 240നോട് ഈ 60നെ അങ്ങ് ചേർക്കുമ്പോൾ അത് 300 ആയിട്ട് മാറും. പിന്നെ ഒരു 4 കൂടി വെച്ചോണ്ട് സോ 304. അടുത്തായിട്ട് 4 ഇൻറ്റു 9 36. ഒരു 0 കൂടി ഇടുക. 360. അടുത്തായിട്ട് 9 ഇൻറ്റു 3 27. 360നോടൊപ്പം 27 ചേർക്കുന്നു. ആദ്യം നമുക്ക് 20നെ ചേർക്കാം. 380 ആയി. പിന്നെ ഒരു 7നെ ചേർത്തു. 387. അതുപോലെ അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് മൈൻഡിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരുപാട് വലിയ സംഖ്യകളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോ ചില ട്രിക്കുകളൊക്കെ എല്ലാ നമ്പറിനും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറും ഒരു സിംഗിൾ ഡിജിറ്റും വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്യാം. 2 2 ഡിജിറ്റ് നമ്പർ വന്നാലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് 3 ഡിജിറ്റ് നമ്പറുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മറ്റു കാര്യങ്ങൾ നമുക്കിനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ. ഒരു 2 ഡിജിറ്റ് നമ്പറും ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറും കൂടിയുള്ള മൾട്ടിപ്ലിക്കേഷൻ പേനയും പേപ്പറും ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ന്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതെല്ലാവരും കാണുക. അത് ഇതിനേക്കാളും വളരെ എളുപ്പമുള്ള ഒരു ട്രിക്കാണ്. അതുപോലെ ഇന്ന് അല്ലാതെ ബാക്കി ഏതൊരു നമ്പർ വന്നാലും എങ്ങനെ ചെയ്യാം എന്നുള്ളത് എന്ന് പറഞ്ഞു. ഇനി ഇതുപോലുള്ള മറ്റ് ട്രിക്കുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.